ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഒരു ഗാഡ്ജറ്റ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസ് വാങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് ഓക്സിജൻ. കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നില്ല. ലക്ഷ്യങ്ങളിൽ ഒന്ന് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് കാശുണ്ടാക്കണം, പെട്ടെന്ന് എനിക്ക് പണക്കാരനാണ്, അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ ഈ വെല്ലുവിളികളാണല്ലോ നമ്മളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ. വെല്ലുവിളിയില്ലേ പിന്നെ നമ്മളില്ലല്ലോ. ഇപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഒരേ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ വന്ന് ഉണ്ടാക്കാമല്ലോ. കസ്റ്റമറെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓൺലൈനിൽ അവർക്ക് വാങ്ങാൻ വീട്ടിലിരുന്നു. പക്ഷേ പ്രോബ്ലം വരുമ്പോൾ നേരിട്ട് വരാം. ജയിക്കാൻ വേണ്ടി മാത്രം ഒരു കളിക്ക് പോകുന്നതല്ല ബിസിനസ്. നോക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ കോർ ഇന്ന് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ബ്രാൻഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന, നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ആളുകളിൽ എത്തിച്ചില്ലെങ്കിൽ ഇത്ര വലിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. സ്വന്തമായി നമ്മുടെ ഭാവനയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ബിസിനസ്. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, പുതിയ ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റുന്നു. ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ബിസിനസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ് എക്സ്പ്ലോർ. നമ്മൾ എന്നുള്ളത് കോട്ടയം നാഗമ്പടത്തുള്ള ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് ഷോറൂമിന് മുന്നിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓക്സിജൻ ഷോറൂമാണ് ഇത്. നമ്മളിവിടെ വന്നേക്കുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഇത്രയും വലിയൊരു ഷോറൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഒപ്പം തന്നെ ഇത്രയും വലിയ സക്സസ്ഫുൾ ആയ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയ മുതലാളി, ദ ഓണർ ഇവിടെ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണണം. ഈ ഒരു സക്സസ്ഫുൾ സ്റ്റോറി എന്താണ് എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു സക്സസ് സ്റ്റോറി എന്താണെന്ന് അറിയാം, ആ ഇൻസ്പയറിംഗ് സ്റ്റോറി എന്താണെന്ന് അറിയാം, പിന്നെ ഇവിടെയുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്കെല്ലാം ഒന്ന് വിശദമായി കാണാൻ വരും. ഒരു ഗാഡ്ജറ്റ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസസ് വാങ്ങണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് ഓക്സിജൻ. ഇനി ഓക്സിജൻ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് ദുൽഖർ സൽമാൻ. ഇതൊക്കെ കൂട്ടി നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, എന്നാൽ ഇതിന്റെ പുറകിലുള്ള ആൾ ആരായിരിക്കും എന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുന്ന ഇത്രയും വലിയ സക്സസ്ഫുൾ ബ്രാൻഡിന്റെ സ്വന്തം ഓണർ ഷിജോ കെ തോമസ് സാർ. ഷിജോ സാർ, വെൽക്കം ടു ദ ഷോ. സ്വന്തമായി തുടങ്ങിയ ഒരു സാധനം, അതിന് ഭയങ്കരമായ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി ഉണ്ടെന്ന് കേട്ടു. അതായത് സ്വന്തം അച്ഛന്റെ പെൻഷൻ കിട്ടിയ തുക കൊണ്ട് തുടങ്ങിയ ഒരു വലിയ പ്രസ്ഥാനമാണ് ഓക്സിജൻ എന്ന്. സത്യത്തിൽ ആ കഥ എന്താ, എങ്ങനെയാ? പഠനത്തിന് ശേഷം ജോലി ചെയ്തു, 2-3 വർഷത്തോളം ജോലി ചെയ്തു. കമ്പ്യൂട്ടർ അസംബ്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ്. കമ്പ്യൂട്ടർ സെയിൽസ് ആയിരുന്നു ആ സ്ഥാപനത്തിന്റെ പ്രധാന ബിസിനസ്. അപ്പൊ അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിന് ശേഷം സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കണം, നമ്മുടേതായ ആശയങ്ങളും ഭാവനയും വെച്ച് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആഗ്രഹം അറിയിച്ച് അങ്ങനെ ആണ് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. വളരെ ചെറിയ മൂലധനത്തിലാണ് ആരംഭിച്ചത്. അന്ന് അച്ഛന്റെ പെൻഷൻ എന്ന് പറയുന്നത് എത്ര രൂപ ഉണ്ടായിരുന്നു? 40,000 ആയിരുന്നു. 40,000 ഇങ്ങനെ ഒരു വലിയ ബിസിനസ് സംരംഭം തുടങ്ങുന്നത് വളരെ ചെറിയ സംരംഭമാണ് അന്ന് തുടങ്ങിയത്. 100 സ്ക്വയർ ഫീറ്റിലുള്ള ചെറിയൊരു സംരംഭമാണ്. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇത്തരം കമ്പനികളൊന്നും ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താ ഇങ്ങനെ ഒരു ഷോപ്പ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ എങ്ങനെയാ വന്നേ? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഏർപ്പെടുന്ന ആ മേഖല, ഞാനന്ന് ജോലി ചെയ്തിരുന്ന മേഖല, അതിലുള്ളൊരു സാധ്യത, അനന്തമായൊരു സാധ്യത ഞാൻ കണ്ടു. പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ വിപണനത്തിന്റെ സാധ്യത, വലിയൊരു സാധ്യത ഞാൻ കണ്ടു. അപ്പോൾ അതായത് മാർക്കറ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ആവശ്യമുള്ളൊരു ഉൽപ്പന്നമാണ്, ആളുകൾക്ക് ആവശ്യമുള്ള ട്രേഡാണെന്ന് എനിക്ക് മനസ്സിലായി. 2, തികച്ചും ഒരു പ്രോഫിറ്റ്, കാശുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നില്ല. ഏക ലക്ഷ്യം അതല്ല. ലക്ഷ്യങ്ങളിൽ ഒന്ന് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് സ്വന്തമായി നമ്മുടെ ഭാവനയും നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ബിസിനസ്. അപ്പം നമ്മൾക്ക് ബിസിനസ്സിന് കുറേ പില്ലറുകളുണ്ടല്ലോ. ഇതിൽ ഓരോ സ്ഥലങ്ങളിൽ പുതിയ പഠനങ്ങൾ ആവശ്യമുണ്ട്. ഒരു ജോലിയാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപടി നമ്മൾ മൊണോട്ടണസ് ആയിട്ട് ചെയ്തു പോവുകയാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ, ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു, പുതിയ ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റുന്നു, മനുഷ്യരുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ സാധിക്കും. ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ബിസിനസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പണം ഇട്ടാൽ മാത്രം തുടങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല, നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ മണി എന്നുള്ളത് സെക്കൻഡറി ആയി. ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ആ സമയത്ത് മനസ്സിലായി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അന്നൊക്കെ ചെറിയ സാലറിയിലാണ് ആളുകൾ വരുന്നത്, നമുക്കും അത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ടീമിനെ ബിൽഡപ്പ് ചെയ്തു. പിന്നെ ഒരു പ്രോസസ്സാണ് അടുത്തത്. അപ്പം നമ്മൾ പറയും ബിസിനസ്സിൽ ഡ്രിവൺ ബൈ പീപ്പിൾ, ഡ്രിവൺ ബൈ പ്രോസസ്, ഡ്രിവൺ ബൈ പാഷൻ എന്നൊക്കെ എല്ലാവരും പറയും. എന്ന് പറഞ്ഞ പോലെ ആ പ്രോസസ്സ് എന്ന് പറയുന്ന ഘട്ടം ഘട്ടമായിട്ട് പിന്നെ നമ്മുടെ ബിസിനസ്സിലെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സാണ്. പീപ്പിൾ ഉണ്ടെങ്കിൽ പിന്നെ പ്രോസസ്സും കൂടെ വരുമ്പോൾ മാത്രമാണ് അത്. അപ്പോൾ അങ്ങനെ ഈ മൂലധനത്തിനേക്കാൾ ഉപരി പീപ്പിളും പ്രോസസ്സും ഉണ്ടെങ്കിൽ
നമുക്കൊരു ബിസിനസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത്. അടിപൊളി. അപ്പോഴും ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾക്ക് ഒരുപാട് പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. ഒരു സ്ഥാപനത്തിന് ഒരു കുട്ടിക്ക് പേരിടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ നിന്നാണ് ഈ ഓക്സിജൻ എന്നുള്ള പേര് കണ്ടുപിടിച്ചത്, വന്നത്, എന്തായിരുന്നു? ഞാൻ ആദ്യം തുടങ്ങിയ സ്ഥാപനം ഓസോൺ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള സ്ഥാപനമാണ്. ഓസോൺ നമ്മൾ തുടങ്ങിയത് സ്റ്റാർട്ടിങ്, അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഓസോൺ ആയിരുന്നു. അപ്പോൾ അതിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഈ സ്പെയർ പാർട്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, കമ്പ്യൂട്ടർ സ്പെയർ പാർട്സിന്. പിന്നീട് അത് O3 ആണ്, ഓസോൺ O3 ആണ് കെമിക്കലി. അപ്പം പിന്നെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ ആണല്ലോ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന, അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുമായിട്ടാണ്. അന്ന് അങ്ങനെ വിചാരിച്ചല്ല ഇട്ടത്, പക്ഷെ പിന്നീട് ആ പേരിനൊരു അർത്ഥം അങ്ങനെ ഉണ്ടായി. പിന്നെ ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു, നമ്മുടെ ബിസിനസ്സുമായി നേരിട്ട് ബന്ധമില്ലാത്ത പേരിടണം നമുക്ക്. അല്ല, ആദ്യമൊക്കെ ആളുകൾ എവിടെ പോകാന്ന് നോക്കിയപ്പോൾ ഓക്സിജനിലേക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ കാലഘട്ടത്തിൽ ചിലപ്പോൾ അതൊരു എന്നുള്ളൊരു ചോദ്യം വരില്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്, ഗ്യാസ് സിലിണ്ടറിന്റെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് പല സ്ഥലത്തും നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഗ്യാസിന്റെ ഒക്കെ ബിസിനസ് ആണല്ലേ, ഓക്സിജൻ ഗ്യാസ്, ഓക്കെ 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 എന്നൊക്കെ. അപ്പൊ ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ കൂടെ അത് ഉണ്ടാക്കിയ ആളെയും എപ്പോഴും, ഞാൻ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ്, ആ ആളെയും ഒരു ബ്രാൻഡാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഓക്സിജനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഓക്സിജന്റെ പുറകിൽ നിൽക്കുന്ന ആ ചാലക ശക്തിയെ ആളുകൾ അറിയുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, എൻ്റെ ഒരു തോന്നലില് ബ്രാൻഡാണ് എപ്പോഴും മുന്നേ നിൽക്കേണ്ടതെന്ന് തന്നെയാണ്. നമ്മൾ ബ്രാൻഡിന്റെ താഴെയാണ് നിൽക്കേണ്ട, ബ്രാൻഡാണ് അത്. ഞാനും ബ്രാൻഡിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഞാനല്ല ബ്രാൻഡ്. ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് എങ്ങനെ നോക്കിയാൽ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഭയങ്കര ഒരു വെല്ലുവിളി, ഇനി ഫിസിക്കൽ സ്റ്റോറുകൾക്ക് ഒരു സാധ്യതയുണ്ടോ? ഇനി ഇങ്ങനെ നമ്മൾ ഒരുപാട് ബിൽഡിങ്ങുകളെടുത്ത് ഇങ്ങനെ ഫിസിക്കലായി സ്റ്റോർ വെക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം സാർ നേരിടുന്നുണ്ടോ? എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഈ വെല്ലുവിളികളാണല്ലോ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ. വെല്ലുവിളിയില്ലേ പിന്നെ നമ്മളില്ലല്ലോ. ഓരോ സമയത്ത് നമ്മൾ തുടങ്ങിയ സമയത്ത് അന്ന് വെല്ലുവിളികളുണ്ടായിരുന്നു. അന്ന് കുഞ്ഞു സ്റ്റോറായിരുന്നു നമ്മുടെ മുമ്പിലുള്ള വലിയ സ്റ്റോറുകളായിരുന്നു അന്നത്തെ വെല്ലുവിളി. ഇപ്പൊ വലിയ സ്റ്റോറുകൾ നമ്മൾ ഇട്ടപ്പോൾ ഇ കൊമേഴ്സ് ഒരു വെല്ലുവിളിയാണ്. ഇ കൊമേഴ്സ് വെല്ലുവിളിയാകുമ്പോൾ അതിന് നമ്മൾ സൊല്യൂഷൻസിലേക്ക് പോകാന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇപ്പോൾ ടോട്ടൽ ബിസിനസിന്റെ 10% നമ്മൾ ഇ കൊമേഴ്സ് വഴി കഴിഞ്ഞ മാസമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇ കൊമേഴ്സ് നമുക്ക് ഫിസിക്കൽ സ്റ്റോറിനൊപ്പം തന്നെ ഒരു ഓംനി ചാനൽ മോഡൽ എന്നിപ്പോൾ എല്ലാവരും വിളിക്കുന്ന, ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന, ഒരേ സമയം ഓഫ്ലൈനും ഓൺലൈനും ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു സൊല്യൂഷൻ. അപ്പം ഇ കൊമേഴ്സ് വഴി വാങ്ങുന്ന ആ ഹാബിറ്റുള്ള ആളുകൾക്ക്, അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ ആ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റോറിൽ വന്ന് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസിലൂടെ ആളുകളെ കണ്ട് സംസാരിച്ചെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സൊല്യൂഷൻ, രണ്ട് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വെല്ലുവിളികൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെയാണ് ഈ കാര്യത്തിൽ. അപ്പൊ ഈ ഓക്സിജന്റെ ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു സാധ്യത എത്രമാത്രം എക്സ്പാൻഡ് ആയിട്ടുണ്ട് ഇപ്പോൾ? ഞങ്ങളത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ്. ഘട്ടം ഘട്ടം ഞങ്ങൾ ഇതുവരെ അത് മാർക്കറ്റ് ചെയ്തിട്ടില്ല വാസ്തവത്തിൽ. കാരണം ഏറ്റവും പ്രോപ്പറായിട്ട്, ഏറ്റവും കുറ്റമറ്റതായതിനു ശേഷം മാത്രം അത് ഒരു ഹൈ ലെവലിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. പക്ഷേ ഇപ്പോൾ തന്നെ മാർക്കറ്റ് ചെയ്യപ്പെടാതെ തന്നെ നമുക്ക് അതിനൊരു നല്ലൊരു ബിസിനസ് വോളിയം ഗ്രോത്ത് നന്നായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്റർനാഷണലി ഉള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുന്ന സൗകര്യങ്ങളും സേവനങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നിടത്താണല്ലോ നമ്മൾ കമ്പാരിസണിൽ നമ്മുടെ നിന്ന് വാങ്ങുള്ളൂ. അപ്പം ഞങ്ങൾ ആ അറ്റ്പാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അത് കുറച്ചും കൂടെ ഫൈൻ ട്യൂൺഡ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളത് ഫുൾ സിംഗിൾ മാർക്കറ്റ് ചെയ്യാൻ തന്നെയാണ്. ഈ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ കെയറിനെ വിളിച്ച് മടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഒരേ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാമല്ലോ. അതാണ് ഏറ്റവും വലിയ സൗകര്യം. കസ്റ്റമറെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. ഓൺലൈനിൽ അവർക്ക് വാങ്ങാം വീട്ടിലിരുന്ന്, പക്ഷെ പ്രോബ്ലം വരുമ്പോൾ നേരിട്ട് വരാം, നമ്മളുമായിട്ട് നേരിട്ട് തന്നെ സംസാരിക്കാൻ, കാര്യങ്ങൾ സൊല്യൂഷൻ നേരിട്ട് തന്നെ നമ്മൾ തന്നെ സർവീസിന്റെ എല്ലാ ഷോറൂമിനോട് അനുബന്ധിച്ചുകൊണ്ട് അത് അവിടെ തന്നെ ആ പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്താൽ മതി. അതിനും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് സാർ ആലോചിച്ച് കഴിഞ്ഞാൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഒരു മൈൻഡ്, ഒരു സംരംഭക മനസ്സെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ജോലി ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് ഡിഫറെന്റ് ആണ് സംരംഭകന്റെ മനസ്സ്. സംരംഭക മനസ്സൊരു മനസ്സ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ തോൽക്കാനായിട്ട് തയ്യാറാകണം. ഫസ്റ്റ് മൈൻഡ് സെറ്റ്. ജയിക്കാൻ വേണ്ടി മാത്രം ഒരു കളിക്ക് പോകുന്ന നല്ല ബിസിനസ്, തോക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം.
ലോസ് എടുക്കാനൊക്കെ റെഡി ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആദ്യം വേണ്ടത്. രണ്ട്, നമുക്കൊരു ഒബ്ജക്റ്റീവ് വേണം, ഒരു പർപ്പസ് വേണം നമ്മുടെ ബിസിനസ്സിന്. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആളുകൾക്ക് അതുകൊണ്ട് എന്ത് ഗുണം കിട്ടുന്നു, ഞാൻ ഇത് ചെയ്യുന്ന സംഭവം കൊണ്ട് പബ്ലിക്കിൽ എന്താണ് വരുന്ന അഡ്വാൻറ്റേജ്, എന്തൊക്കെ അവർക്ക് എന്തൊക്കെ സർവീസ് കൊടുക്കാൻ പറ്റും, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇന്നോവേറ്റീവായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ സിമിലർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ കുറേ യൂട്യൂബ് ചാനൽ കാണും ഇവിടെ, പക്ഷേ ഉള്ള യൂട്യൂബ് ചാനലിനേക്കാൾ ഇന്നോവേറ്റീവായിട്ട് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആ കണ്ടന്റിനകത്താകാം മറ്റു കാര്യങ്ങൾക്കകത്താകാം കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കുമല്ലോ ആ ബിസിനസ്സിനകത്തുള്ള കാര്യം. എന്ന് പറയുന്നത് പോലെ ഇന്നോവേഷൻ ഒരു പ്രധാന ഫാക്ടറാണ്, പർപ്പസ് ഒരു പ്രധാന ഫാക്ടറാണ്, പീപ്പിൾ ഒരു പ്രധാന ഫാക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പീപ്പിൾ ഡ്രിവൺ അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള എൻ്റെ വിശ്വാസമുണ്ട്. എൻ്റെ ഇതിലുള്ള ഒരു മിനിമം നോളജ് വെച്ചിട്ട് പീപ്പിൾ ഡ്രിവൺ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ പ്രോസസ്സ് ഉണ്ടായിരിക്കണം. പുതിയ തുടങ്ങുന്ന ഒരാൾ ഞങ്ങളൊക്കെ ആദ്യത്തെ കുറേ നാൾ പ്രോസസ്സ് ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്ത് ഹ്യൂജ് ലോസ് എടുത്ത ആളുകളാണ്. അപ്പോൾ ആ ലോസ് ഇനി പുതിയൊരാൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിഷ്യൽ ഡേയ്സ് മുതൽ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷൻ ചെറുതാകട്ടെ, ഒരു പ്രോസസ്സ് വേണം. ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടത്, ഓരോ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ്സും പ്രോസസ്സ് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു ഗ്രോത്ത് ആറ്റിറ്റ്യൂഡ് വേണം. ഈ വർഷം ഞാൻ എന്തായിരിക്കണം, അടുത്ത വർഷം നമ്മുടെ ബിസിനസ്സിനകത്ത് നമ്മൾ എന്തായിരിക്കണം, അതിൻ്റെ അടുത്ത വർഷം. ഒരു ഗ്രോത്തിനകത്തൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ സ്കെയിലപ്പ് ചെയ്യില്ല. നമ്മൾ ലാഭത്തിനല്ല പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ, എനിക്കൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല ഒരു മുതലാളിയുടെ കീഴിൽ, അതുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങുന്നു. പല പുതിയ ചെറുപ്പക്കാർക്കും അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. എനിക്ക് ജോലിക്ക് ഒരാളുടെ കീഴിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ക്യാഷ് ഉണ്ട്, എനിക്ക് എന്നാൽ ഇച്ചിരി പൈസ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കാശ് ഉണ്ടാക്കണം, പെട്ടെന്ന് എനിക്ക് പണക്കാരനാണ്, അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മറ്റ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും ആ ബിസിനസ് വിജയത്തിലേക്ക് വരും. പിന്നെ സ്ട്രഗിൾ വരും ഉറപ്പായിട്ടും. കഴിഞ്ഞ 25 വർഷത്തിനിടയ്ക്ക് ഓക്സിജൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഒന്നായിട്ടല്ല, ധാരാളം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. ഇനിഷ്യലി സാമ്പത്തികം ഒരു വലിയ വിഷയമാണ്. ഞങ്ങൾ ലോസ് എടുത്ത വർഷങ്ങളുണ്ട്, ഹ്യൂജ് ലോസിലൊക്കെ പോയ വർഷങ്ങളുണ്ട്. ഈ ഹ്യൂജ് ലോസിൽ പോകുന്ന വർഷം സാധാരണഗതിയിൽ നമുക്ക് അപ്പം തീരുമാനിക്കാം, ഇത് ഈ ബിസിനസ് കൊള്ളത്തില്ല, ഇത് നമുക്ക് പറ്റിയ ബിസിനസ് അല്ല, എനിക്ക് വേണേൽ തിരിച്ച് ജോലിയിലേക്ക് വേണേൽ പോകാം, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് വേണേൽ ആലോചിക്കാം. പക്ഷെ ആ ലോസ് വരുന്ന വർഷം നമ്മൾ ആ വർഷങ്ങളിലും നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ബിസിനസ്സിൽ ഞാൻ പറയാതെ വരും. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ പേഷ്യൻ്റായിട്ട് അടുത്ത വർഷത്തേക്ക് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തി. ലോസ് വന്ന് നമ്മുടെ ഇന്റേണലി ചില വിഷയം കൊണ്ടായിരിക്കുമല്ലോ, അല്ലാതെ ആളുകളാരും നമ്മൾ ലോസ് വരുത്തുന്നതല്ലോ. നമ്മുടെ ഒരു ഓപ്പറേഷണലായിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ലോസ് വരുത്തിയത്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതെ നമ്മുടെ ഓപ്പറേഷൻസിനകത്ത് വേറെ പുതുമകൾ കൊണ്ടുവന്ന് എങ്ങനെ പ്രോഫിറ്റബിളായിട്ട് മാറ്റാം എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അങ്ങനെ 2-3 വർഷം ലോസ് തുടർച്ചയായിട്ട് പോയിട്ടുമാണ് നമ്മൾ പിന്നെ പ്രോഫിറ്റിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ദുൽഖർ സൽമാനും കൂടെ വരും. കാരണം നമ്മൾ എന്നൊക്കെ ഓക്സിജൻ കാണുമ്പോൾ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖം കൂടിയാണ് ദുൽഖർ എന്ന് പറയുന്നത്. ഇപ്പൊ സത്യത്തിൽ ഈ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? നമ്മൾ ഇങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ഇത് വീണ്ടും വീണ്ടും എത്തിക്കാനായിട്ട് എങ്ങനെ ഒരു സെലിബ്രിറ്റി വേണം, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ്, എങ്ങനെ ഒരു ഇമേജ് വേണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്ത എത്രയോ ബ്രാൻഡുകളുണ്ട്. അങ്ങനെ അല്ലാത്ത ധാരാളം ബ്രാൻഡുകൾ, വളരെ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ബ്രാൻഡുകൾക്കൊന്നും ബ്രാൻഡ് അംബാസഡർ ഇല്ല. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. മറിച്ച് നമുക്ക് ബ്രാൻഡ് അംബാസഡർ ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. രണ്ടും ശരി തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മാർക്കറ്റിംഗ് ആസ് എ ഹോൾ സബ്ജക്ട്, ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ കോർ ഇന്ന് മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ബ്രാൻഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ സേവനങ്ങളൊക്കെ കൃത്യമായിട്ട് ആളുകളിൽ എത്തിച്ചില്ലെങ്കിൽ എത്ര വലിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ആളുകളിലേക്ക് അത് എത്തണമല്ലോ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ്, അതിന്റെ ഫീച്ചേഴ്സ്, നമ്മുടെ ഷോപ്പിന്റെ ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സ് ഇതാണ്, അവിടെ ഫീച്ചേഴ്സ് ഇതാണ്, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സർവീസസ് ഇതൊക്കെയാണ്. ഇത് സമയാസമയങ്ങളിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അറിയിക്കുക. ഇത് അറിയിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബ്രാൻഡ് അംബാസഡർ വരുന്ന എപ്പോഴും നല്ലതാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. എസ്പെഷ്യലി ദുൽഖർ സൽമാനെ കുറിച്ച് പറയുമ്പം ഞങ്ങളിപ്പോൾ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത്, ഓക്സിജൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എപ്പോഴും അദ്ദേഹം നമ്മളോട് ഡീൽ ചെയ്യാറുള്ളത്. ഒരു പെയ്ഡ് സർവീസ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അത്രയും ക്ലോസ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഒന്നും എക്സസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇത് ചെയ്യാറില്ല. അത് രണ്ടും അങ്ങോട്ടും വളരെ റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു ബന്ധമാണ്. ഭയങ്കര നല്ലൊരു ഹ്യൂമനാണ്, ഹാർഡ് കോർ പ്രൊഫഷണലാണ്. ഒരു ടൈമിംഗ് 9 o'clock ഷൂട്ടെന്നാൽ 8:55 അദ്ദേഹം ഉണ്ടാവും അവിടെ, ആ ലൊക്കേഷനിൽ അവിടെ എത്തിയിരിക്കും. എന്തായിരിക്കും നമ്മുടെ ഓക്സിജന്റെ അടുത്തൊരു വളർച്ച എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത്? നമുക്കിനി മാർക്കറ്റിൽ ധാരാളം പൊട്ടൻഷ്യൽ ഉണ്ട്. ഞങ്ങളിപ്പം ഈ ഒരു വരുന്ന വർഷം നമ്മൾ 1000 crore ആയിരിക്കും ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അത് ആദ്യത്തെ ഒരു 100 കോടിയാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഒരു ബിസിനസ് സൈക്കിളിൽ. 100 crore എത്തുന്നതിനുള്ളിൽ ഒത്തിരി ഹേർഡിൽസ് ഉണ്ട്. നമുക്ക് എപ്പോഴും തടസ്സങ്ങളുണ്ട്, ഓരോ തരത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് ഡീൽ ചെയ്യുന്ന ഓരോ രീതിയിൽ. ആദ്യത്തെ 100 കോടിക്ക് ഒത്തിരി നമുക്ക് നമ്മളൊന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ.
അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ അടുത്ത ഓരോ മൈൽ സ്റ്റോൺസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനിയും കേരളത്തിൽ തന്നെ ഇന്ത്യ മാർക്കറ്റിൻ്റെ 4% ഉള്ളൂ ഇലക്ട്രോണിക്സിൽ. ടോട്ടൽ ഇന്ത്യ കൺസ്യൂം ചെയ്തതിൻ്റെ 4% കേരളം കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ 96% നമ്മുടെ പുറത്ത് കിടപ്പുണ്ട് ഒരു വലിയ മാർക്കറ്റ് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇവിടുന്ന് മറ്റ് റീറ്റെയിലേഴ്സ് എല്ലാം അറിയാമല്ലോ, ഇപ്പോൾ പാൻ ഇന്ത്യ പോകുന്നുണ്ടല്ലോ, മറ്റേ ഗോൾഡ് ആയാലും ടെക്സ്റ്റൈൽ ആയാലും പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇനിയും വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. അതിനുശേഷം കേരളത്തിന് പുറത്തുള്ള സാധ്യതകളുണ്ട്. സാധ്യതകൾ എന്നും മുന്നിൽ അനന്തമായ സാധ്യതകൾ തന്നെയാണ്. നമ്മളതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു ബിസിനസ്സുകാരന് 24 മണിക്കൂർ പോരാ എന്നുള്ളൊരു അഭിപ്രായം സാറിനുണ്ടോ? എനിക്ക് ഒത്തിരി സമയം മിച്ചമുള്ള ഒരാളാണ്. അതെ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം കണ്ടതിൽ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവിടുന്ന് മിക്കവാറും ദിവസം ആദ്യം പോകുന്നത് ഞാനായിരിക്കും ഓഫീസിൽ നിന്ന്. എനിക്കൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആണ് ഞാൻ ഇതിനോട് എൻ്റെ ഒരു സമീപനം. ബിസിനസ്സിൽ നമ്മൾ അറ്റാച്ച്മെന്റ് ഉണ്ടോ വെച്ചാൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, പക്ഷേ ഡിറ്റാച്ച്ഡ് ആണ് നമ്മൾ. കാരണം അതുകൊണ്ടാണ് നമുക്ക് ആളുകൾക്ക് ഫ്രീഡം കൊടുക്കാൻ പറ്റുന്നത്. അനാവശ്യമായിട്ട് ആളുകളുടെ കാര്യങ്ങൾ കൈകടത്താതിരിക്കുന്നത്, ജോലി കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളപ്പം നമ്മൾ കൃത്യമായി നമുക്ക് കുറച്ചൊരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന്. ഏറ്റവും കുറച്ച് ജോലി ചെയ്യുന്ന ഒരാൾ ഞാൻ ആയതുകൊണ്ട് തന്നെ സമയം ധാരാളമായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ജോലി എടുക്കുന്ന വർക്കിലോട് എടുക്കുന്ന ഒരാളാണ് ഞാനിവിടെ. ഫുൾ ഫ്രീ ആണ്, ഒരു കുഴപ്പമില്ല, സമയത്തിന്റെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക് ഓക്സിജൻ ഒരു ജീവശ്വാസം പോലെ ഉണ്ടാവും മനസ്സിൽ. പക്ഷെ ഫിസിക്കലി ചിലപ്പോൾ നമ്മൾ അവിടെ ഇൻവോൾവ് ആകണം എന്നില്ലല്ലോ. ഇപ്പൊ ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലത്ത് നമുക്ക് എവിടെ നിന്ന് റിമോട്ട്ലി മാനേജ് ചെയ്യാം. പിന്നെ നമ്മൾ നല്ല കരങ്ങളിൽ വിശ്വസ്തരായിട്ടുള്ള നല്ല ആളുകളെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ നന്നായി ചെയ്യും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വിശ്വാസം തന്നെ വേണമല്ലോ. അപ്പം നമുക്ക് ഉറക്കത്തിന് കുഴപ്പമില്ല, പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഈ എല്ലാ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ലേറ്റസ്റ്റ് ഹോം അപ്ലയൻസസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഓക്സിജന്റെ ഓണറുടെ കയ്യിൽ ഏതൊക്കെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകളാണ് ഉള്ളത്? അതിൽ ഞാൻ അത്ര വലിയൊരു എന്താ പറയുക ടെക്നോസാവിയായിട്ട് ഒരാളല്ല. എനിക്ക് കിട്ടുന്ന മിക്കവാറും എനിക്ക് ബ്രാൻഡുകളൊക്കെ തന്നെ റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ പ്രോഡക്ട്സ് എപ്പോഴും തരും, ലേറ്റസ്റ്റ് പ്രോഡക്റ്റുകൾ. അതിപ്പം ഓരോ സമയങ്ങളിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൾഡാണ് യൂസ് ചെയ്യുന്നത്. സാംസങ് കമ്പനി നമ്മളത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഗാഡ്ജറ്റ് ഫ്രീക്ക് അല്ല ഞാൻ. നമ്മൾക്ക് നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതിനോടൊരു വല്ലാത്തൊരു അഭിനിവേശം ഇല്ല ഗാഡ്ജറ്റ്സിനോട്. ഇല്ല. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സാറിന്റെ ഒരു കണ്ടുവരുന്നതിൽ ആരാണ് ഏറ്റവും വലിയ ഗാഡ്ജറ്റ് ഫ്രീക്ക്? ഏത് പ്രായക്കാരാണ്? ചെറുപ്പക്കാർ തന്നെയാണോ? യങ്സ്റ്റേഴ്സാണ് ഇപ്പം. പക്ഷെ അത് പതിയെ മൈഗ്രേറ്റ് ചെയ്ത ഒരു മിഡിൽ ഏജ്ഡ് ആളുകളും ഒരു ഗാഡ്ജറ്റ്സിനോട് ഭയങ്കര ഒരു കമ്പമുള്ളവരായിട്ട് തോന്നാറുണ്ട്. ഒരു 45 വരെയുള്ള ആളുകളൊക്കെ അതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ശരി, നല്ല കാര്യമാണല്ലേ. മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഓരോ ബ്രാൻഡുകളുടെയും വളർച്ചയ്ക്ക് നമുക്ക് കിട്ടുന്ന കുറെ അവാർഡുകൾ, റെക്കഗ്നിഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ ഏറ്റവും ടുവേർഡ്സ് ദ ഹാർട്ട് ആയിട്ട് വെക്കുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ അത് ആളുകളുടെ നിന്ന് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ്. നമ്മളുമായിട്ട് ഇടപഴകുന്ന ഉപഭോക്താക്കളാണ് ഏറ്റവും നല്ല അവാർഡ്. അവരുടെ ഫീഡ്ബാക്സ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ റിവ്യൂസും ഫീഡ്ബാക്ക്, അതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ നമ്മുടെ മാനുഫാക്ചേഴ്സാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒന്ന് ഞങ്ങൾ ഡീൽ ചെയ്യും ഞങ്ങളുടെ കസ്റ്റമേഴ്സും, പിന്നെ ഞങ്ങളുടെ മാനുഫാക്ചർ, ഇത് രണ്ടുപേരും ഇതിന് മിഡിലാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അവാർഡാണ് ഒന്നാമത്തെ. രണ്ട് ഞങ്ങൾ മാനുഫാക്ചേഴ്സും അല്ല ഞങ്ങൾ ഡീൽ ചെയ്യുന്ന വെണ്ടേഴ്സുമായിട്ടുള്ള. അപ്പോൾ അതിൽ റീസെൻ്റ്ലി നമ്മൾക്കൊരു അവാർഡ് ലഭിക്കുകയുണ്ടായി. ബജാജ് ഫിനാൻസ്, അവരാണ് കൺസ്യൂമർ ഫിനാൻസിൽ ഇന്ത്യയിൽ 70% ഫിനാൻസ് ചെയ്യുന്ന ഒരു വലിയൊരു ബ്രാൻഡാണ്. അവരാണ് ശരിക്കും തുടങ്ങി വെച്ചത് ഈ കൺസ്യൂമർ ഫിനാൻസ്. അപ്പോൾ ആളുകൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പുമാണ് അവർ. അപ്പോൾ അവരുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡീലർക്കുള്ളൊരു അവാർഡ് നമുക്ക് റീസെൻ്റ്ലി. അപ്പോൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളിലുള്ള എല്ലാ ഡീലേഴ്സിനെയും കൂടെ ഇരുത്തി ഡീലേഴ്സ് തന്നെ ലൈവായിട്ട് വോട്ട് ചെയ്തിട്ടാണ്, ഡീലർമാരുടെ വോട്ടിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ട് അവർ വോട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത് സന്തോഷം തോന്നി, കാരണം നമ്മളിട്ടൊരു എഫേർട്ടിനൊരു അംഗീകാരം അവർ കിട്ടിയപ്പം. ആണ്. ഇനി എത്ര ഷോറൂമുകൾ കൂടി അല്ലെങ്കിൽ ഇനിയും എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഏതൊക്കെ ജില്ലകളിലേക്ക് നമുക്ക് ഓക്സിജനെ പ്രതീക്ഷിക്കാൻ പറ്റും? മെയിൻലി നോർത്ത് കേരളയിലേക്കാണ് നമ്മൾ ഇനി അടുത്ത വർഷം നോർത്ത് കേരള കൂടുതൽ വലിയ ഷോറൂംസ് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ സൗത്തിലും ചില പോക്കറ്റ്സ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറെ അധികം ഷോറൂംസ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇടുന്ന ഷോറൂം നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് ഇടുക. നമ്മൾ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കുറേ ഷോറൂംസ് ഷോർട്ട് സ്പാനിൽ ഇടുന്നതിലും നല്ലത് കൃത്യമായ സ്ഥലങ്ങളിൽ മാർക്കറ്റിന് സാധ്യതയുള്ള സ്ഥലം സർവേ ചെയ്ത് കണ്ടെത്തി അവിടെ നല്ല ഒരു സൗകര്യം ഒരുക്കി കസ്റ്റമേഴ്സിനായിട്ട്
എല്ലാ രീതിയിലും നല്ല സൗകര്യം ഒരുക്കി നല്ല മാൻ പവറിനെ അവിടെ ഡിപ്ലോയ് ചെയ്ത് അങ്ങനെ ഒരു നല്ല സ്റ്റോറുകൾ ഇടുക എന്നുള്ളതാണ്. പക്ഷെ അതുണ്ടാവും, നമ്മളിങ്ങനെ എക്സ്പാൻഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നെവർ എൻഡിങ് പ്രോസസ്സാണ് അത്, എക്സ്പാൻഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അതെ, അപ്പൊ എന്തായാലും അങ്ങനെ എക്സ്പാൻഷൻ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഒരുപാട് മേഖലകളിലേക്ക് ഓക്സിജൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉടനീളം ഓക്സിജന്റെ ഷോറൂമുകൾ, ഔട്ട്ലെറ്റുകൾ ഉണ്ടാവാൻ ഇടയാവട്ടെ. അപ്പോൾ സമയം ഒരുപാടുണ്ട് എന്ന് പറയുമ്പോഴും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സാറിന് എല്ലാവിധ ആശംസകളും. അതിന് തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിന് ഒത്തിരി സന്തോഷം. നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വേണ. ബിഹൈൻഡ് ബുഡ്സിനും പ്രത്യേകം നന്ദി. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.